ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മുട്ട കൊത്തിപ്പരി റെസിപ്പി ആട്ടോ. ചീഞ്ചട്ടി ചൂടാകുമ്പോൾ 5 വറ്റൽമുളക് ചൂടാക്കിയെടുത്തതും അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും പാകത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒതുക്കിയെടുത്ത മസാലയിലേക്ക് നമുക്കൊരു സ്വല്പം ചെറുനാരങ്ങ ഒഴിച്ച് നമുക്ക് ആ മസാല മാറ്റി വയ്ക്കാം. ഈ ടൈമിൽ നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട ഒഴിക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ പതിപ്പിച്ച് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കൊത്തി പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിതിന് ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിച്ചേട്ടാ, അപ്പോൾ അതുകൊണ്ട് വേഗം കൊത്തി പൊരിച്ച് കിട്ടി. ഇനി കൊത്തി പൊരിച്ച മുട്ട നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും പെരിഞ്ചീരകവും കറിവേപ്പില ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ച കോഴിമുട്ട അതിലിട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കോഴിമുട്ട മസാലയൊക്കെ നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.